കളികളുമായി ചിന്മയ വിദ്യാർത്ഥികൾ. തൻ്റെ ജീവിതം കഥയായി പറഞ്ഞ് ഷാജിറ മേലഴിയും. 2025 ഫെബ്രുവരി 13 നിരാമയ കുമ്പിടി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പകൽ വീട്ടിൽ ചിന്മയ സ്കൂൾ കല്ലടത്തൂരിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്നു അതിഥികൾ. കുട്ടികൾ പാട്ടുപാടിയും രോഗികളുമായി സംവദിച്ചും പകൽ വീടിനെ ഉല്ലാസഭരിതമാക്കി. പുറമതിലശ്ശേരി ശ്രീലകത്ത് രാജഗോപാൽ, മല്ലിക രാജഗോപാൽ, ബീന നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അരയ്ക്ക് താഴെ തളർന്ന് വീൽചെയറിലായെങ്കിലും എല്ലാ തടസ്സങ്ങളും മറികടന്ന് താൻ അധ്യാപികയായ കഥ പറഞ്ഞ് ഷാജിറ കുട്ടികളെ ആവേശഭരിതരാക്കി. മനസ്സും മോഹവും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു ഷാജിറ. അരയ്ക്ക് താഴെ തളർന്നെങ്കിലും ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഉണ്ണിക്കുട്ടനും കുട്ടികൾക്ക് മുന്നിൽ ആവേശമായി. യോഗാചാര്യൻ ശ്രീജേഷ് മാഷ്, പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ CT സെയ്തലവി, സെക്രട്ടറി UK മുഹമ്മദ് റാഫി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. പാലിയേറ്റീവ് സിസ്റ്റർ ലക്ഷ്മി പുതിയ തലമുറയും പാലിയേറ്റീവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്നത്തെ പകൽ വീട് സ്പോൺസർ ചെയ്തത് ശ്രീ P. അബ്ദുൽ ഖാദർ മുക്കൂട്ട. സുബ്രഹ്മണ്യൻ, പ്രഭ ജോയ്, സനോജ്, MP സതീഷ്, M. ജയദേവൻ, റംല ഇബ്രാഹിം, സുബൈർ, കബീർ, കൃഷ്ണൻകുട്ടി, ബിന്ദു, സുജിത എന്ന മെമ്പർമാർ ഇന്നത്തെ പാലിയേറ്റീവിന് നേതൃത്വം നൽകി. സഹായം വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളത്. നമുക്ക് ആരുടെയും സഹായം വേണ്ട. ഇന്ന് നിങ്ങൾ എന്ത് പറയുന്നു അത് കൊണ്ടുവന്ന് തരാൻ നിങ്ങളുടെ രക്ഷിതാക്കളുണ്ട്, അല്ലെ? അപ്പൊ അതിനൊന്നും ഒരു ഹെൽപ്പ് ഇല്ലാത്ത എത്രയോ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംരംഭത്തിനെ കുറിച്ച് ഇവർക്ക് നമുക്ക് എന്ത് തന്നെയായാലും പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇവരെ കാണാനും കുറച്ചു നേരം ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുകൂടെ ഒരു അവസരം ഒരുക്കി തന്ന ഈ നിരാമയ പകൽ വീട് എന്നുള്ള ഈ ഒരു സംരംഭത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ചിന്മയ വിദ്യാലയ കല്ലടത്തൂർ. നമ്മളെല്ലാവരും നമ്മളെ കഴിയുന്ന സഹായം നമ്മളിവർക്ക് ചെയ്യാറുണ്ട് എല്ലാ പ്രാവശ്യവും. അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ സഹകരണങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്. അതിന് നമ്മളൊരു കുട്ടി കൂടി പാടാൻ റെഡിയായി വന്നിട്ടുണ്ട്. അയാൾ കൂടി കൊടുക്കാം.